ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മൾ ഫിൽട്ടർ സെറ്റപ്പിൻ്റെയും ഗൗരാമിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ അന്ന് കാണിച്ച ചെറിയ ഗൗരാമി. നമ്മുടെ പഴയ ഫിൽട്ടർ സെറ്റപ്പ് ഞാൻ പറഞ്ഞില്ല, അത് മണലും ചെറിയ കല്ലൊക്കെ വെച്ചിരുന്നത്. മെഷൊന്നും നല്ലോണം വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഓട് എല്ലാം പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതാണ് നമ്മുടെ വലിയ ജയിൻ്റ് ഗൗരാമി. അപ്പോൾ ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടിങ്ങനെ ഫിനിലൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നുള്ളി പറക്കി എടുക്കുക. എന്നിട്ട് നല്ല പൊട്ടാസ്യം പെർമാനേറ്റ് കഴുകിയിട്ട് മെഥലിൻ ബ്ലൂവിലിട്ട് ഉപ്പിട്ട് വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ റിലീസ് ചെയ്യുക. അപ്പോൾ അത് ഓക്കെ ആയിക്കോളും. പിന്നെ ഇതിലാണ് അതിലുള്ളതിൽ ഏറ്റവും ചെറിയ കുഞ്ഞൻ. ഇവൻ്റെ അകത്താണ് ഏറ്റവും കൂടുതൽ അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവനെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ പെറ്റ്സിൻ്റെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ചാനൽ സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക ഗൈസ്. മാക്സിമം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ സബ് വളരെ കുറവാണ് നമുക്ക്. അപ്പോൾ ഇതുപോലെ നമ്മൾ ടാങ്കും പൊട്ടാസ്യം പെർമാനേറ്റ് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫിൽട്ടർ എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതെന്ന് വെച്ചാൽ ഒരു കൊച്ച് പൈപ്പിലാണ് ചെയ്തിരുന്നത്. അതിന് നമ്മൾ കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട്. പിന്നെ അടിയിലൊരു ഇത് റൗണ്ട് നെറ്റ് പോലത്തെ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അഴുക്കൊക്കെ അതൊന്ന് തുറന്ന് കളയാൻ വേണ്ടിയും. പിന്നെ അതിൻ്റെ പുറത്ത് മെഷിട്ട് പിന്നെ റെക്രോൺ പഞ്ഞിയിട്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതുപോലെ ഓട് ആക്കി പിന്നെ റെക്രോൺ പഞ്ഞിയിട്ട് അതിൻ്റെ ടോപ്പിൽ ഓടിട്ടായിരുന്നു. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. എല്ലാം കൂടെ ചെയ്യണതിൻ്റെ തിരക്കിൽ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല. ഗൈസ്, ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഫിൽട്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല ലുക്കായിരിക്കില്ലേ ഫിൽട്ടർ? ഞാൻ ചെയ്തുകൊണ്ട് പറയണമല്ല, കൊള്ളുമല്ലേ? അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ വലിയ ജയിൻ്റെ ഒരു ആക്റ്റീവാണ്, വേറെ കുഴപ്പമൊന്നും ഇതുവരെ ഇല്ല. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. പിന്നെ നമ്മളെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൽ 2-3 കുഞ്ഞ് ജയിൻ്റെ ഗൗരാമീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ അകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഡെയിലി ജോലിക്കൊക്കെ പോകാനുള്ളതുകൊണ്ട് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് വേലയും കൂലി ഇല്ലാത്തത് കൊണ്ടും ഞാൻ പിന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ടാങ്കിലോട്ട് റിലീസ് ചെയ്യണമെന്ന് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോണത്. അപ്പോൾ അതാണ് നമ്മുടെ വെയിറ്റ് അതിലുള്ളത്. വീഡിയോയിൽ അത് പറഞ്ഞ് പെട്ടെന്ന് പോയെങ്കിലും ആ ചെറിയ ഗൗരാമീസിനെ ട്രീറ്റ്മെൻറ്റ് ഏകദേശം ഒരു 10-12 ദിവസത്തിൽ കൂടുതൽ എടുത്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. എന്നിട്ട് വീഡിയോ ഇടുന്നുള്ളൂ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് പിന്നെ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ പിന്നെ അതത്രേ ഉള്ളൂ. അപ്പോൾ ഈ ടാങ്ക് വെച്ച് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത്, ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ടാങ്കിൻ്റെ വെള്ളമൊക്കെ കഴുകി പൊട്ടാസ്യം പെർമാനേറ്റ് കഴുകിയിട്ട് നമ്മൾ പോളാറിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഗ്രോവർ ചെയ്യാൻ വേണ്ടി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയ്ക്ക് വേണ്ട നിങ്ങൾ ചാനൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.